ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നടനും സംവിധായകനുമായ രാജേന്ദ്രൻ അന്തരിച്ചു. കൊല്ലം പട്ടത്താനത്തെ വസതിയിലായിരുന്നു അന്ത്യമെന്നാണ് ലഭിക്കുന്ന വിവരം. നടൻ മുകേഷിന്റെ സഹോദരി സന്ധ്യയുടെ ഭർത്താവാണ്. സംസ്കാരം നാളെ തൃശ്ശൂരിൽ നടക്കും എന്ന വിവരം കൂടി ലഭിക്കുന്നു. വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ സിനിമകളിലെ ഒരു പ്രധാന സാന്നിധ്യമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രവർത്തന മേഖല അത് നാടകമായിരുന്നു. അദ്ദേഹം സംവിധാനം ചെയ്ത നാടകങ്ങൾ അത് നിരവധി അംഗീകാരങ്ങളൊക്കെ ലഭിച്ചതാണ്. 60ഓളം സിനിമകളിൽ അഭിനയിച്ചു. അദ്ദേഹത്തിൻ്റെ വിയോഗം സംബന്ധിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അദ്ദേഹത്തെ എങ്ങനെ ഓർക്കാം ഈ ഘട്ടത്തിൽ ജയശങ്കർ? അതായത് TK, വലിയ മലയാള ചലച്ചിത്ര നാടക രംഗത്ത് വലിയ വിയോഗ വാർത്തയാണ് ഇപ്പോൾ എന്തായാലും വരുന്നത്. കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ചായിരുന്നു രാജേന്ദ്രന്റെ അന്ത്യം. ഏറെ നാളായി അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. നടൻ മുകേഷിന്റെ സഹോദരി ആയ സന്ധ്യയുടെ ഭർത്താവാണ്. മലയാള സിനിമാ രംഗത്ത് ഹാസ്യ താരമെന്ന രീതിയിൽ വലിയ തോതിൽ ഉള്ള അഭിനയം മുഹൂർത്തങ്ങൾ കാഴ്ചവെക്കാൻ രാജേന്ദ്രനായിട്ടുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ തട്ടകം എന്ന് പറയുന്നത് നാടകങ്ങളാണ്. റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 60-ലധികം നാടകങ്ങളിൽ വലിയ പ്രധാനപ്പെട്ട കേന്ദ്ര കഥാപാത്രങ്ങൾ ചെയ്യുകയും ജനമനസ്സുകളിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിനും രാജേന്ദ്രന് സാധിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നാടകങ്ങൾ കൃത്യമായി സംവിധാനം ചെയ്യുകയും രാഷ്ട്രീയം ഉൾപ്പെടെ ഉൾപ്പെടുന്ന കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ പങ്കുവെക്കുന്ന നാടകങ്ങൾ കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒപ്പം തന്നെ മലയാള സിനിമയിൽ ഹാസ്യതാരമായി നിരവധി ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിടുകയും മലയാളികളുടെ മനസ്സിൽ മുഖം പതിപ്പിക്കുകയും ചെയ്തൊരു നടനെ കൂടിയാണ് നമുക്ക് നഷ്ടമാകുന്നത്. ഏറെ നാളായി അദ്ദേഹം ചില അസുഖങ്ങൾ മൂലം ചികിത്സയിലൊക്കെ തന്നെയായിരുന്നു. ചില ഘട്ടങ്ങളിൽ അദ്ദേഹം മരിച്ചു എന്ന വാർത്തകളൊക്കെ വരികയും അതിനോട് അദ്ദേഹം തന്നെ പ്രതികരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും കൊല്ലം പട്ടത്താനത്തെ വസതിയിൽ വെച്ച് പുലർച്ചയോടുകൂടിയായിരുന്നു മരണം. എന്തായാലും സംസ്കാര ചടങ്ങുകൾ നാളെ തൃശ്ശൂരിൽ നടക്കുമെന്നാണ് മനസ്സിലാകുന്നത്. ജന്മദേശം തൃശ്ശൂരാണ്, തട്ടകം കൊല്ലമാണ്. താനിപ്പോൾ കൊല്ലംകാരനായി മാറി എന്നൊക്കെ രാജേന്ദ്രൻ മുമ്പ് പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. എന്തായാലും തൃക്കല്ലൂരിലെ തൃശ്ശൂരിലെ വസതിയിൽ ആയിരിക്കും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടക്കുക. എന്തായാലും മലയാള നാടക ലോകത്തിനും സിനിമാ ലോകത്തിനും ഒക്കെ തന്നെ വലിയ ഒരു നഷ്ടമാണ്. ഈ നാടകത്തിന്റെ ആ ഒരു നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ മറ്റൊരു നാടക കലാകാരനെ കൂടി നഷ്ടപ്പെടുന്ന എന്നൊരു വേദന കൂടി എന്തായാലും ഉണ്ട്. ഹാസ്യത്തിലൂടെയും നാടകത്തിലൂടെയും ഒക്കെ തന്നെ കലയെ നിലനിർത്തിയ മലയാളികളുടെ മനസ്സിലിടം പിടിച്ച ഒരാളെയാണ്, ഒരു കലാകാരനെയാണ് നമുക്ക് ഈ വർഷം തീർച്ചയായിട്ടും ഒരു വലിയ വിയോഗം തന്നെയാണ്. 81-ൽ ഗ്രീഷ്മം എന്ന സിനിമയിൽ അഭിനയിച്ചുകൊണ്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നത്. പക്ഷെ അതിനുശേഷം ഒരു വലിയ ഇടവേള ഉണ്ടാകുന്നു. അതിനുശേഷം പിന്നീട് 93-ൽ കാവടിയാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അഭിനയത്തിലേക്ക് വീണ്ടും എത്തുന്നത്. ജയശങ്കർ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കുന്നത് തന്നെയാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ഓർത്തു വെക്കുന്ന ചിത്രങ്ങളിൽ അദ്ദേഹത്തിന്റെ ചിത്രം എന്ന് പറയുന്നത് പട്ടാഭിഷേകമായിരിക്കും അല്ലേ? കളിയാട്ടമായിരിക്കും. സംവിധാനം ചെയ്ത കളിയാട്ടം, അതിനകത്തൊരു ശ്രദ്ധേയമായ വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നേരത്തെ ശ്രുതി ചൂണ്ടിക്കാട്ടിയതുപോലെ പട്ടാഭിഷേകം, ദയ, പ്രണയവർണ്ണങ്ങൾ, അങ്ങനെ ഒരുപാട് സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അതിൽ തന്നെ വില്ലനായി, സ്വഭാവ നടനായൊക്കെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ നാടകരംഗത്ത് എത്രത്തോളം അദ്ദേഹം സജീവമായിരുന്നു എന്നുള്ളത് കൂടിയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഏറ്റവും കൂടുതലായി ലഭ്യമായത് നാടക മേഖലയ്ക്കായിരിക്കും. തൃശ്ശൂരിലാണ് അദ്ദേഹം ജനിക്കുന്നത്. പിന്നീട് വിവാഹശേഷം കൊല്ലത്തേക്ക് രാജേന്ദ്രൻ എത്തുകയായിരുന്നു. ഭാര്യാപിതാവായ ഒ മാധവന്റെ ഉടമസ്ഥതയിലുള്ള കാളിദാസ കലാകേന്ദ്രം എന്ന നാടക സമിതിയുടെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായിക്കൊണ്ടാണ് നാടകരംഗത്ത് അദ്ദേഹം സജീവമായത്. ഈ നാടകകൃത്തായ ജോസ് ചെറുമലിൻ്റെ സഹായത്തോടുകൂടി രാജേന്ദ്രൻ തന്നെ ആകർഷിച്ച ഒരു റഷ്യൻ നോവൽ നാടകമാക്കി മാറ്റുന്നുണ്ട്. അതിന് 87-ൽ ഏറ്റവും മികച്ച നാടകത്തിനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് സ്വന്തമാക്കുന്ന നിലയിലേക്ക് അത്രയും മികച്ചൊരു നാടകത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് നാടകരംഗത്ത് ഒരു ശ്രദ്ധേയ സാന്നിധ്യമായി അദ്ദേഹം. ജയശങ്കറിലേക്ക് ഒരിക്കൽ കൂടി പോകാൻ തോന്നുന്നു. ജയശങ്കർ, ഈ സംസ്കാര ചടങ്ങ് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ? പുലർച്ചെയായിരുന്നു പട്ടത്താനത്തെ വീട്ടിൽ ഈ ഒരു അന്ത്യം സംഭവിക്കുന്നത്. തൃശ്ശൂരിലെ ജന്മനാട്ടിൽ സംസ്കാര ചടങ്ങുകൾ വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഇന്ന് അല്പനേരം വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഭൗതികദേഹം തൃശ്ശൂരിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ ജന്മനാട്ടിൽ തന്നെ സംസ്കാരം വേണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്നതിനാൽ തന്നെ തൃശ്ശൂരിലേക്ക് പോകും. നമുക്കറിയാം അദ്ദേഹത്തിന്റെ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചുള്ള കളിയാട്ടം, പട്ടാഭിഷേകം, തച്ചിലടത്ത് ചുണ്ടൻ, നരസിംഹം, മീശമാധവൻ ഉൾപ്പെടെ നിരവധി സിനിമകളിൽ
സിനിമകളിൽ നമ്മൾ ക്യാരക്ടർ റോളുകളിൽ കണ്ട ഒരു കലാകാരനാണ്. ഒപ്പം തന്നെ വില്ലൻ റോളുകളിലും അദ്ദേഹം അഭിനയിച്ചു. ഏത് വേഷമാണെങ്കിൽ പോലും നിറഞ്ഞാടാൻ കഴിയുന്ന ഒരു കലാകാരനാണ്. നാടക കളരിയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഏത് റോളും നിഷ്പ്രയാസം ചെയ്യും. ഒരേ സമയം ഹാസ്യവും ക്യാരക്ടർ റോളുകളും ഒക്കെ ചെയ്തുകൊണ്ട് മലയാളികളെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുണ്ട്. യോമാധവന്റെ നാടകക്കളരിയൊക്കെ പിന്നീട് ഏറ്റെടുത്ത് നടത്തിയത് ഇദ്ദേഹമായിരുന്നു. അങ്ങനെ ഒരു ദശാബ്ദക്കാലത്തോളം മലയാള സിനിമയുടെ അല്ലെങ്കിൽ മലയാള നാടക രംഗത്തൊക്കെ തന്നെ വളരെ സജീവമായി നിന്ന ഈ അടുത്ത് മാത്രമാണ് അദ്ദേഹം നാടകമൊക്കെ ഉപേക്ഷിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വീട്ടിൽ ചെന്ന് കാണുന്ന ഘട്ടത്തിൽ വളരെ രോഗബാധിതനായി വളരെ ക്ഷീണിച്ചു നിൽക്കുന്നൊരു മനുഷ്യനാണ് കണ്ടത്. പക്ഷെ തന്റെ ആയ കാലത്ത് വലിയ തോതിൽ സിനിമയ്ക്കും നാടകത്തിനും കലയ്ക്കുമൊക്കെ വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനെയാണ് ഇപ്പോൾ നഷ്ടപ്പെടുന്നത്. ആ വേദന അതെല്ലാവർക്കും ഉണ്ടാകും. കാരണം അദ്ദേഹത്തിന്റെ നരസിംഹത്തിലെയും മീശമാധവനിലെയും ഒക്കെ വേഷങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാനാവില്ല. കാരണം അത്രമാത്രം നമ്മൾ ഓർത്തിരിക്കുന്ന വേഷങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ചെറിയ വേഷങ്ങളാണെങ്കിലും ആ വേഷങ്ങളുടെ ഇമ്പാക്ട് അത് വളരെ വലുതാണ്. ഒപ്പം തന്നെ നാടകവേദികളിലും നിരവധി നാടകങ്ങൾ ഈ നാടകപ്രേമികളെ സംബന്ധിച്ച് കാളിദാസ് കലാകേന്ദ്രവും ഇദ്ദേഹത്തിന്റെ രാജേന്ദ്രൻ അഭിനയിച്ച അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്ത നാടകവും അതിന്റെ കാമ്പും അതിന്റെ രാഷ്ട്രീയവും ഒക്കെ തന്നെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. അല്ലെങ്കിൽ അത് നാടകപ്രേമികളുടെ മനസ്സിലേക്ക് പതിഞ്ഞ ഒന്നാണ്. അന്യം നിന്നു പോകുന്ന കല ചേർത്ത് പിടിച്ച ഒരു മനുഷ്യനെ കൂടിയാണ് നഷ്ടപ്പെടുന്നത്. നാടക ലോകത്തെ സംബന്ധിച്ചും അതൊരു വലിയ വേദന ഉണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന. ശരി, കലാരംഗത്ത് ഒരുപാട് സംഭാവനകൾ നൽകിയ IA രാജേന്ദ്രൻ നമ്മളെ വിട്ടുപിരിയുകയാണ്. അദ്ദേഹത്തിന് 71 വയസ്സായിരുന്നു. ചലച്ചിത്ര മേഖലയിൽ അതുപോലെ നാടകരംഗത്ത് അതുപോലെ സീരിയൽ രംഗത്തൊക്കെ സജീവ സാന്നിധ്യമായി നിന്നിരുന്ന ആളാണ്. 60-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എല്ലാ മലയാളികൾക്കും സുപരിചിതനായ കലാകാരനാണ് വിട പറഞ്ഞു പോകുന്നത്. AV ജയശങ്കർ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും.